ഇന്നത്തെ ധ്യാനം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ അടിസ്ഥാനമാക്കി. ചങ്ങലകളെ തകർക്കുക, ആസക്തികളിൽ നിന്ന് മോചിതരാകുക. ഇതാണ് ഇന്ന് സഭയായി ചിന്തിക്കുന്ന വിഷയം. ബ്രേക്ക് ദ ചെയിൻ, ഫൈൻഡിങ് ഫ്രീഡം ഫ്രം അഡിക്ഷൻസ്. മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്തിനെയാണ്? സിംഹത്തെയോ പാമ്പിനെയോ മറ്റ് ഏതെങ്കിലും ലോകത്തിൻ്റെ അനുഭവങ്ങളെയല്ല. സ്വന്തം ഉള്ളിൽ നിന്ന് പൊട്ടിവരുന്ന ഒരു ആഗ്രഹത്തെയാണ്. ആ ആഗ്രഹങ്ങളോട് നാം കീഴടങ്ങുന്ന നിമിഷം മുതൽ നമ്മുടെ ശീലങ്ങൾ നമ്മുടെ ഇച്ഛാശക്തിയെ അല്ലെങ്കിൽ നമ്മുടെ ആത്മനിയന്ത്രണത്തെ ചവിട്ടിമെതിക്കാൻ തുടങ്ങും. പതുക്കെ പതുക്കെ നാം സ്വയം നിയന്ത്രണം നഷ്ടപ്പെട്ട അടിമകളായിട്ട് മാറും. ഇതാണ് പൈശാചിക ആധിപത്യത്തിൻ്റെ യഥാർത്ഥ മുഖം. ഇന്ന് നമുക്ക് ചുറ്റും നോക്കൂ. മദ്യപാനി, മയക്കുമരുന്നിന് അടിമയായവർ, അല്ലെങ്കിൽ ഫോൺ സ്ക്രീനിൽ തലകുത്തി ഓൺലൈൻ കളികളിൽ ജീവിതം നഷ്ടപ്പെടുത്തുന്നവർ, ഇവരൊക്കെ എങ്ങനെയാണ് തുടങ്ങിയത്? ഒരു ചെറിയ സന്തോഷത്തിന്, ഒരു നിമിഷത്തെ ആശ്വാസത്തിന്. പക്ഷേ ആ ശീലം പിന്നീട് അവരെ വിഴുങ്ങിക്കളഞ്ഞു. ഇത് നാശമാണെന്ന് സ്വന്തം ബുദ്ധി കൊണ്ട് അറിഞ്ഞിട്ടും ആ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ പ്രലോഭനം മുന്നിൽ വരുമ്പോൾ സകല തീരുമാനങ്ങളും കാറ്റിൽ പറത്തി അവർ ആ ശീലത്താൽ ബാധിക്കപ്പെട്ടവരായിട്ട് മാറുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗദരദേശത്തെ ശ്മശാനത്തിൽ നഗ്നനായി കല്ലുകൊണ്ട് സ്വയം മുറിവേൽപ്പിച്ച് ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് അലഞ്ഞ ആ മനുഷ്യൻ്റെ ജീവിതകഥ നാം മർക്കോസ് 5-ാം അധ്യായത്തിൽ വായിക്കുന്നു. അതേ അവസ്ഥയാണ് ഇന്നും. അഡിക്ഷൻ മനുഷ്യനെ എങ്ങനെ തകർക്കുന്നു? എല്ലാം നഷ്ടപ്പെടുന്നു. കുടുംബം, സമാധാനം, സമൂഹത്തിലെ ബഹുമാനം. ദൈവപുത്രനായ ക്രിസ്തു യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് പ്രധാനമായും 3 ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ്. 1, തൻ്റെ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്താൻ. 2, പാപികളായ മനുഷ്യരെ തേടിപ്പിടിച്ച് രക്ഷിക്കാൻ. 3, പിശാചിൻ്റെ സകല പ്രവൃത്തികളെയും നശിപ്പിക്കാൻ. ഈ 3 ലക്ഷ്യങ്ങളും പരസ്പരം അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം സാത്താൻ്റെ കോട്ടകളെ തകർത്ത് അവൻ അടിമകളാക്കി വച്ചിരിക്കുന്ന ആത്മാക്കളെ വിടുവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ പാപിയുടെ രക്ഷ സാധ്യമാകുന്നതും ദൈവനാമം മഹത്വപ്പെടേണ്ടതും. തൻ്റെ ഭൗമിക ശുശ്രൂഷയിൽ ഉടനീളം യേശുനാഥൻ സാത്താൻ്റെ സാമ്രാജ്യത്തിന്മേൽ ശക്തമായ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നാം കാണുന്ന ഗദരദേശത്തെ ഭൂതബാധിതൻ്റെ ചിത്രം സാത്താൻ്റെ മേലുള്ള ക്രിസ്തുവിൻ്റെ പരമാധികാരത്തിൻ്റെ ഏറ്റവും നാടകീയമായ ഒരു പ്രഖ്യാപനമാണ്. സാത്താൻ്റെ കോട്ടകൾ തകർത്ത് അവൻ അടിമകളാക്കി വച്ചിരിക്കുന്ന ആത്മാക്കളെ വിടുവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവനാമം മഹത്വപ്പെടുന്നത്. ഇന്ന് നാം ധ്യാനിക്കാൻ പോകുന്നത് ഈ വിടുതലിൻ്റെ സുവിശേഷമാണ്. ചങ്ങലകളെ തകർക്കുക, ആസക്തികളിൽ നിന്ന് മോചിതരാകുക. ബ്രേക്ക് ദ ചെയിൻ, ഫൈൻഡിങ് ഫ്രീഡം ഫ്രം അഡിക്ഷൻസ്. ഈ വിഷയം അഡിക്ഷൻ്റെ ശ്മശാനത്തിൽ നിന്ന് ആരാധനയുടെ ആലയത്തിലേക്കുള്ള ഒരു മനുഷ്യൻ്റെ യാത്ര നമുക്ക് കാണാം. ഒരുപക്ഷെ അത് നമ്മുടെ തന്നെ യാത്രയായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നിർത്തണമെന്ന് 1000 തവണ തീരുമാനിച്ചിട്ടും നിർത്താൻ കഴിയാത്ത ഒരു കാര്യമുണ്ടോ? അങ്ങനെയെങ്കിൽ ഇന്നത്തെ വചനം അതിന് നമ്മെ ചങ്ങലകൾ പൊട്ടിച്ച് പുറത്തു വരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 1, ലഹരിക്കടിമപ്പെട്ട വ്യക്തിയുടെ ദയനീയ അവസ്ഥ. ദ പത്തറ്റിക് സ്റ്റേറ്റ് ഓഫ് എ പേഴ്സൺ എൻസ്ലേവ്ഡ് ബൈ അഡിക്ഷൻ. ബോധവും വ്യക്തിത്വവും നഷ്ടപ്പെട്ട് ശ്മശാനത്തിൽ കഴിഞ്ഞ ആ മനുഷ്യൻ്റെ അവസ്ഥ കേവലം ഒരു രോഗിയുടെ അവസ്ഥയല്ല, മറിച്ച് പാപത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന ഏതൊരു മനുഷ്യൻ്റെയും ആധ്യാത്മിക ചിത്രമാണ്. അവൻ്റെ അവസ്ഥയെ ബൈബിൾ ഇങ്ങനെ അടയാളപ്പെടുത്തുന്നു. 1, സാത്താൻ്റെ പൂർണ്ണ അടിമത്വം. അവൻ അശുദ്ധാത്മാക്കളാൽ ബാധിക്കപ്പെട്ടവനായിരുന്നു. അനുസരണക്കേടിൻ്റെ മക്കളുടെ ഹൃദയങ്ങളിൽ സാത്താൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ വ്യക്തിയുടെ ജീവിതം. 2, ജീവനില്ലാത്ത അവസ്ഥ, ശവകുടീരങ്ങളിലെ വാസം. ജീവനുള്ളവരുടെ ലോകം ഉപേക്ഷിച്ച് അവൻ സെമിത്തേരിയിലെ മരിച്ചവരുടെ കല്ലറകൾക്കിടയിൽ അലഞ്ഞുതിരിഞ്ഞു. ദൈവത്തിൻ്റെ പ്രീതിയിൽ നിന്നും സ്നേഹത്തിൽ നിന്നും അകന്നുപോയ പുതുക്കപ്പെടാത്ത ഒരു ആത്മാവ്. ഇരുട്ടിലും മരണനിഴലിലും കഴിയുന്നതിന് തുല്യമാണിത്. 3, മാനസികമായ വികലത. പാപം മനുഷ്യൻ്റെ ന്യായവിധിയെയും ചിന്തകളെയും വികലമാക്കുന്നു.
സഭാപ്രസംഗി പറയുന്നത് പോലെ പാപം ഒരുതരം ആധ്യാത്മിക ഭ്രാന്താണ്. അടുത്തത് നഗ്നതയും നികൃഷ്ടതയും. വസ്ത്രമില്ലാതെ, സ്വന്തമായി ഒരു ഭവനമില്ലാതെ അവൻ അലഞ്ഞു. ലഹരിയുടെയും പാപത്തിൻ്റെയും വഴി തിരഞ്ഞെടുക്കുന്ന മനുഷ്യൻ്റെ മാന്യതയും ആത്മാഭിമാനവും ഒടുവിൽ ഇതുപോലെ നഷ്ടപ്പെടുന്നു. അടുത്തത് സ്വയം പീഡിപ്പിക്കുന്ന അവസ്ഥ. അവൻ കല്ലുകൾ കൊണ്ട് സ്വന്തം ശരീരത്തെ കീറിമുറിച്ചു. പാപി സ്വന്തം പ്രശസ്തിയെയും ആരോഗ്യത്തെയും ആത്മാവിനെയുമാണ് ഇല്ലാതെയാക്കുന്നത്. മറ്റുള്ളവർക്ക് അപകടകാരി. അവൻ അതിശക്തനും അക്രമാസക്തനുമായിരുന്നു. ഉള്ളിൽ ലഹരി നിറഞ്ഞ, പാപം നിറഞ്ഞ മനുഷ്യൻ, തിന്മ നിറഞ്ഞ മനുഷ്യൻ സമൂഹത്തിൽ കോപവും ക്രോധവും യുദ്ധങ്ങളും വിതയ്ക്കുന്നു. മാനുഷിക ശ്രമങ്ങളുടെ പരാജയം. നാട്ടുകാർ അവനെ ചങ്ങലകളും വിലങ്ങുകളും കൊണ്ട് ബന്ധിക്കാൻ ശ്രമിച്ചു. എന്നാൽ മൃഗീയ ശക്തിയാൽ അവൻ ചങ്ങലകളെയെല്ലാം തകർത്തു. പ്രിയപ്പെട്ടവരെ, തത്വചിന്തയ്ക്കോ കർശനമായ നിയമങ്ങൾക്കോ വലിയ സംസ്കാരത്തിനോ വിദ്യാഭ്യാസത്തിനോ വലിയ കൗൺസിലിങ്ങുകൾക്കോ ഒന്നും മനുഷ്യൻ്റെ ഉള്ളിലെ പാപവാസനയെ മാറ്റാൻ കഴിയില്ല. ബാഹ്യമായ ചങ്ങലകൾ കൊണ്ട് മനുഷ്യനെ തളയ്ക്കാം. എന്നാൽ ഉള്ളിലെ അഡിക്ഷനുകളെ മാറ്റാൻ ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ സാധിക്കൂ. ഇവിടെ അത് ദർശിക്കുവാൻ കഴിയും. നമ്മുടെ ഈ നാളുകളിൽ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. റെനി ജോർജ്, മദ്രാസിലെ മോൻ എന്നറിയപ്പെടുന്ന വ്യക്തിയുടെ ഇൻ്റർവ്യൂ ഈ അടുത്ത സമയത്ത് കേൾക്കാനിടയായി. ഇതേ ശക്തി, ഈ ഉള്ളിലെ ആത്മാവിൽ പരിവർത്തനം ലഭിച്ച അനുഭവം എത്ര വലുതായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. 2, ചങ്ങലകളെ തകർക്കുന്ന രക്ഷകൻ. ദ സേവിയർ ഹു ബ്രേക്സ് ദ ചെയിൻസ്. എല്ലാവരും ഭയന്ന് മാറി നടന്ന ആ ശ്മശാന തീരത്തേക്ക് യേശു കടന്നു വന്നു. അവിടെയാണ് ആ മനുഷ്യന്റെ പുനഃസ്ഥാപനം ആരംഭിക്കുന്നത്. തേടിയെത്തിയ ക്രിസ്തു. മനുഷ്യൻ യേശുവിനെ അന്വേഷിച്ച് പോയതല്ല, മറിച്ച് നഷ്ടപ്പെട്ടതിനെ ചേർത്ത് പിടിക്കുന്ന സ്നേഹത്തോടെ യേശു അവൻ്റെ അടുക്കിലേക്ക് കടന്ന് ചെല്ലുകയായിരുന്നു. അവിടെ അധികാരമുള്ള ശബ്ദം യേശു സംസാരിച്ചു. അശുദ്ധാത്മാവേ, ആ മനുഷ്യനിൽ നിന്ന് പുറത്തു വരിക. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ, കുഷ്ഠരോഗികളെ ശുദ്ധീകരിച്ച, മരിച്ചവർക്ക് ജീവൻ നൽകിയ അതേ ദൈവപുത്രൻ്റെ സർവശക്തമായ വചനത്തിന് മുമ്പിൽ പിശാചികൾ വിറച്ച് ഓടിപ്പോയി. ഇവിടെ രോഗിയുടെ പൂർണ്ണത, രോഗശാന്തിയുടെ പൂർണ്ണത കാണാനായിട്ട് കഴിയും. സൗഖ്യം ലഭിച്ച ആ മനുഷ്യനിൽ 3 മാറ്റങ്ങൾ പ്രകടമായി. അവൻ ശാന്തനായി ഇരുന്നു. അവൻ ബഹളം വെച്ചവനായിരുന്നു. എന്നാൽ അധികാരമുള്ള ശബ്ദം ഉപയോഗിച്ച് അശുദ്ധാത്മാക്കളെ പുറത്ത് ചാടിച്ചപ്പോൾ അവൻ പിന്നീട് ബഹളമുണ്ടാക്കിയില്ല. അവൻ ആകുലതകൾ മാറി. ക്രിസ്തുവിനെ കണ്ടെത്തുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന ആന്തരിക വിശ്രമമാണ് ഈ ഒരു ശാന്തത. അവൻ വസ്ത്രം ധരിച്ചു. വസ്ത്രം ധരിക്കുന്നത് മാന്യതയുടെ അടയാളമാണ്. അവൻ അശുദ്ധാത്മാവ് ബാധിച്ചപ്പോൾ അവൻ്റെ മാന്യത നഷ്ടപ്പെട്ടെങ്കിൽ നഷ്ടപ്പെട്ട മാന്യതയും രക്ഷയുടെ വസ്ത്രവും അവന് തിരികെ ലഭിച്ചു. അവൻ സുബോധത്തിലായി. റൈറ്റ് മൈൻഡിലേക്ക് അവൻ വന്നു. അവൻ്റെ കണ്ണുകളിലെ അന്ധത മാറി. അവൻ്റെ ബുദ്ധിശക്തി തിളങ്ങി. അവൻ്റെ നാവിൽ ശാന്തമായ വാക്കുകൾ പുറത്തു വന്നു. ദൈവകൃപ അവനെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റി. ഏത് ചങ്ങലകളെയും പൊട്ടിക്കുവാൻ, ഏത് ചങ്ങലകളിൽ നിന്ന് വിടുതൽ നൽകുവാൻ നമ്മുടെ സർവശക്തനായ ദൈവത്തിന് സാധിക്കും. ഏതെങ്കിലും അഡിക്ഷന് ഇന്ന് ആരാധനയിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ സർവശക്തനായ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചാൽ അവൻ ചങ്ങലകളെ പൊട്ടിക്കുവാൻ കരുത്തുള്ളവനാണ്. അവൻ്റെ അടുക്കിലേക്ക് നമുക്ക് അടുത്തു വരാം. 3, ജീവിതത്തെ മൂടുന്ന ചങ്ങലകൾ പൊട്ടുമ്പോൾ ഉണ്ടാകുന്ന സൗന്ദര്യം. ദ ബ്യൂട്ടി വെൻ ലൈഫ് കവറിംഗ് ചെയിൻസ് ആർ ബ്രോക്കൺ. ക്രിസ്തുവിൻ്റെ സ്പർശനം ഏറ്റുവാങ്ങിയ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ പെട്ടെന്നുണ്ടായ മാറ്റങ്ങൾ വിസ്മയനീയമായിരുന്നു. ക്രിസ്തുവിനോടൊപ്പം വസിക്കാനുള്ള ആഗ്രഹം. പഴയ തിന്മകളുടെ ആധിപത്യത്തെ ഭയന്നോ അതോ രക്ഷകനോടുള്ള അഗാധമായ നന്ദിയും സ്നേഹവും കൊണ്ടോ അവൻ യേശുവിനോടൊപ്പം, അവൻ്റെ ചങ്ങലകളെ പൊട്ടിച്ചവനോടൊപ്പം യാത്ര ചെയ്യുവാൻ ആഗ്രഹിച്ചു. വിടുതൽ പ്രാപിച്ച, രൂപാന്തരം പ്രാപിച്ച ഏതൊരു ദൈവപൈതലിൻ്റെയും സ്വാഭാവിക ആഗ്രഹമാണ്
ഇവനും പ്രകടിപ്പിച്ചത്. സമ്പൂർണമായ അനുസരണം ഇവനിൽ കാണാൻ കഴിയുന്നു. യേശുവിനെ അവൻ്റെ കൂടെ കൂട്ടുവാനായിട്ട് വിസമ്മതിച്ചു. പകരം അവനോട് പറഞ്ഞു, നീ നിൻ്റെ വീട്ടിൽ പോയി നിൻ്റെ കൂട്ടുകാരുടെ അടുക്കിലേക്ക് പോവുക, കർത്താവ് നിനക്ക് ചെയ്ത വലിയ കാര്യങ്ങൾ അവരോട് പറയുക. ആ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടം മാറ്റി വെച്ചിട്ട് കർത്താവ് എന്തു പറഞ്ഞോ അത് അതേപടി അനുസരിക്കുവാനായിട്ട് അവൻ തയ്യാറാവുകയാണ്. അവിടെയാണ് അവനിലൊരു സുവിശേഷകനെ കാണാനായിട്ട് കഴിയുന്നത്. അവൻ ദക്കപ്പൊലി പ്രവിശ്യയിലുടനീളം നടന്ന് തനിക്ക് ലഭിച്ച വലിയ വിടുതലിനെക്കുറിച്ച് പ്രഘോഷിച്ചു. പാപമോചനം ലഭിച്ച ഓരോ വ്യക്തിയും ക്രിസ്തുവിൻ്റെ കൃപയുടെ സാക്ഷികളാകുവാൻ വിളിക്കപ്പെട്ടവരാണ്. എത്രയോ വിടുതലുകളാണ് ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ നന്മ നമുക്ക് പ്രഘോഷിക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ? ഓരോ അടിമത്തങ്ങൾ അകപ്പെട്ട് ജീവിതം നിരാശയിലായിട്ട് പോകുമ്പോൾ കർത്താവ് നമുക്ക് വിടുതൽ നൽകുന്നവനാണ്. വിടുതൽ ലഭ്യമായി കഴിയുമ്പോൾ അതിൻ്റെ സാക്ഷികളാകുവാൻ നിയോഗിക്കപ്പെട്ടവരാണ്. അതിന് സാധിക്കണം. അതിൻ്റെ സൗന്ദര്യം വളരെ വലുതാണ്. പ്രിയരെ, ഗദരദേശത്തെ മനുഷ്യൻ്റെ ഈ ചരിത്രം വെറുമൊരു കഥയല്ല. അത് ഇന്ന് നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ വയ്ക്കുന്ന വളരെ പ്രായോഗികമായ വലിയ സത്യങ്ങളാണ്. ആസക്തികളുടെ ദുരിതം എത്ര ഭീകരമാണ്! ലഹരിയോ തെറ്റായ ശീലങ്ങളോ ഒരു മനുഷ്യനെ അടിമയാക്കുമ്പോൾ അതവൻ്റെ അന്തസ്സും മാന്യതയും പൂർണ്ണമായും കെടുത്തുന്നു. അവനെ സ്വന്തം കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും പൂർണ്ണമായി ഒറ്റപ്പെടുത്തുകയും ആധ്യാത്മികമായും മാനസികമായും ഒരു മൃഗതുല്യമായ അവസ്ഥയിലേക്ക് തള്ളിയിടുകയും ചെയ്യുന്നു. നാശത്തിൻ്റെ കല്ലറകളിൽ അവൻ സ്വയം ഒളിക്കേണ്ടി വരുന്നു. രക്ഷിക്കാനുള്ള ക്രിസ്തുവിൻ്റെ സന്നദ്ധത എത്ര വലുതാണ്! നമ്മളിന്ന് ഏത് ഇരുണ്ട സാഹചര്യത്തിലാണ് ജീവിക്കുന്നതെങ്കിലും നമ്മുടെ ആസക്തികൾ എത്ര കടുത്തതാണെങ്കിലും ഓർക്കുക, നമ്മെ തേടി വരുന്നൊരു ദൈവമുണ്ട്. മനുഷ്യനിനി ഒരു മാറ്റവുമില്ല എന്ന് പറഞ്ഞ് കൈവിട്ടെടുത്താണ് യേശു ക്രിസ്തു തൻ്റെ വിടുതലുമായി കടന്നു വരുന്നത്. ചങ്ങലകൾ എത്ര ശക്തമാണെങ്കിലും അത് തകർക്കുവാൻ ക്രിസ്തു ഇന്നും സന്നദ്ധനാണ്. ചങ്ങലകൾ എത്ര ശക്തമാണെങ്കിലും അത് തകർക്കാൻ ക്രിസ്തു ഇന്നും സന്നദ്ധനാണ്. പൂർണ്ണമായ വിടുതൽ യേശുവിൻ്റെ പക്കലുണ്ട്. ക്രിസ്തുവിൻ്റെ സ്പർശനമേൽക്കുമ്പോൾ സകല പൈശാചിക ആധിപത്യങ്ങളും തകർന്നടിയും. നഷ്ടപ്പെട്ടു പോയ സുബോധവും സമാധാനവും അന്തസ്സും തിരികെ ലഭിക്കും. സമൂഹത്തിന് മുമ്പിൽ തലയുയർത്തി നിൽക്കുവാൻ യേശു നമ്മെ പുതിയൊരു സൃഷ്ടിയാക്കി മാറ്റും. പ്രിയരെ, സ്വന്തം ശക്തിയാൽ ആസക്തികളുടെ ചങ്ങലകൾ പൊട്ടിക്കാൻ കഴിയാതെ ജീവിതം ശൂന്യമായി പോയ ആരെങ്കിലും ഇന്ന് ഈ ദൈവവചനം കേൾക്കുന്നുണ്ടെങ്കിൽ ഒട്ടും നിരാശപ്പെടണ്ട, ഒട്ടും ആകുലപ്പെടണ്ട. ലഹരിയുടെയോ കുറ്റബോധത്തിൻ്റെയോ ഇരുണ്ട കല്ലറകളിൽ നിന്ന് പുറത്തു കിടക്കാൻ സകല ചങ്ങലകളെയും തകർക്കുന്ന യേശുവിന് മുമ്പിൽ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിക്കാം. അവൻ നമ്മെ പൂർണ്ണമായി വിടുവിക്കട്ടെ. അവൻ്റെ പിറകെ യാത്ര ചെയ്ത് അവൻ്റെ സാക്ഷികളായി നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. ആമീൻ.